നമസ്കാരം. ഡൽഹി മെട്രോ ഉപയോഗിച്ച് എങ്ങനെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കവർ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ. പ്ലേ സ്റ്റോറിൽ പോവുക, ഡൽഹി മെട്രോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതിൽ മെട്രോ മാപ്പ് ഉണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഡൽഹി മെട്രോയുടെ രൂപരേഖ നമ്മുടെ കൺമുമ്പിലെത്തും. ആശ്രം മാർഗ്, രാമകൃഷ്ണ ആശ്രം മാർഗ് പഹർഗഞ്ചിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നമ്മൾ മിക്കപ്പോഴും ഡൽഹി വരുമ്പം സ്റ്റേ ചെയ്യുക പഹർഗഞ്ചിലാണ്. അപ്പോൾ എങ്ങനെ മെട്രോ സ്റ്റേഷനിലേക്ക് എത്താം ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാമകൃഷ്ണ ആശ്രം മാർഗിലെത്തിയതിന് ശേഷം അവിടുന്ന് നമുക്ക് മെട്രോ കാർഡ് കിട്ടും. 200 രൂപ കൊടുത്താൽ ഒരു ദിവസം ഫുള്ള് നമുക്ക് എവിടെയും പോവാം. പിന്നീടുള്ള ദിവസങ്ങളിൽ അത് റീചാർജ് ചെയ്ത് മൊബൈൽ ടോപ്പപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്ത് ആ കാർഡ് ഇപ്പം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ രാജീവ് ചൗക്കിലെത്തുക. രാജീവ് ചൗക്കിലെത്തി കഴിഞ്ഞാൽ അത് യെല്ലോ ലൈനിലാണ് കേട്ടോ. അപ്പം ബ്ലൂ ലൈനിൽ നിന്ന് യെല്ലോ ലൈനിലേക്ക് രാജീവ് ചൗക്കിൽ നിന്ന് മാറിയ ശേഷം നമ്മൾ നേരെ ഏറ്റവും കൂടുതൽ ദൂരത്തിലുള്ള കുത്തബ് മിനാർ കാണാൻ വേണ്ടി പോവുകയാണ്. കുത്തബ് മിനാർ ഇറങ്ങുക. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ കുത്തബ് മിനാറിൽ എത്തുകയുള്ളൂ കേട്ടോ. 20 രൂപ ഷെയർ ഓട്ടോ ചാർജ് ആവും ഒരാൾക്ക്. അതിനുശേഷം അവിടുന്ന് നമ്മൾ തിരിച്ചു വന്നിട്ട് ഹോസ്കാസ് എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് കൽക്കാജി മന്ദിർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാം. അവിടെ ഇറങ്ങിയാൽ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ലോട്ടസ് ടെമ്പിൾ ഉണ്ട്. അതുപോലെ തന്നെ കൽക്കാജി മന്ദിർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രം കൂടിയുണ്ട്. അത് വളരെ പുരാതനമായ ക്ഷേത്രമാണ്. ലോട്ടസ് ടെമ്പിൾ ആധുനികമായ ക്ഷേത്രം. അപ്പം താല്പര്യമുള്ളവർക്ക് ഈ രണ്ട് ക്ഷേത്രങ്ങളും സന്ദർശിക്കാം. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ പോയാൽ മജന്ത ലൈനാണ് കേട്ടോ. അത് ബൊട്ടാണിക്കൽ ഗാർഡനിലെത്താം. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണുക. അതിനുശേഷം നോയിഡ സിറ്റി സെൻറ്റർ ഉണ്ട്, നമുക്കത് വിസിറ്റ് ചെയ്യാം. അതെല്ലാം ബ്ലൂ ലൈനിൽ തന്നെയാണ്. അതിനുശേഷം നേരെ തിരിച്ച് ഏകദേശം ഒരു വൈകുന്നേരം സമയമാണെങ്കിൽ നമുക്ക് അക്ഷർധാം ക്ഷേത്രം സന്ദർശിക്കാം. ഏറ്റവും സ്യൂട്ടബിളാണ്, നൈറ്റാണ്, ലൈറ്റൊക്കെ ഇട്ടിട്ട് വളരെ മനോഹരമാണ്. അപ്പോൾ അത് സന്ദർശിക്കുക. ഫോട്ടോഗ്രാഫി, ഒരു ഇലക്ട്രോണിക് സാധനങ്ങളും നമ്മൾ അകത്ത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല അക്ഷർധാം. അങ്ങനൊരു കാര്യമുണ്ട്. നമുക്ക് കണ്ട് പോരാം എന്ന് മാത്രം. അതിനുശേഷം സുപ്രീം കോർട്ടുണ്ട്. സുപ്രീം കോർട്ടും കണ്ട് നമ്മൾ നേരെ ആദ്യത്തെ ദിവസം രാമകൃഷ്ണ ആശ്രം മാർഗ് മെട്രോ സ്റ്റേഷനിൽ തിരിച്ചു വന്നിറങ്ങാം. എപ്പോഴും നമ്മൾ തിരിച്ചു വന്നിറങ്ങുമ്പോൾ സെക്കൻഡ് ഗേറ്റ് വഴി വെളിയിൽ പോകാൻ ശ്രദ്ധിക്കണം. കാരണം ആ സെക്കൻഡ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് പഹർഗഞ്ചിലോട്ടുള്ള ആ റോഡിലേക്ക് നമുക്ക് ഡയറക്റ്റ് എത്തും. അത് റിക്ഷയൊക്കെ ആണെങ്കിലും കിട്ടാൻ എളുപ്പം. അവിടെ നിന്ന് ആ ഒരു ഗേറ്റിൽ കൂടെ എക്സിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ രാമകൃഷ്ണ ആശ്രം മാർഗിലേക്ക് വരുമ്പോൾ സൈൻ ബോർഡിലൊക്കെ അതിൻ്റെ എൻഡിലുള്ള ദ്വാരക സെക്ടറാണ്, ദ്വാരക സെക്ടർ എന്നാണ് അതിൻ്റെ സൈൻ ബോർഡിലെല്ലാം കാണുക തിരിച്ചു വരുമ്പോൾ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പം അതുപോലെ തന്നെ അക്ഷർധാമൊക്കെ പോകുമ്പം രാജീവ് ചൗക്കിൽ നിന്നാണെങ്കിൽ നോയിഡ ഇലക്ട്രോണിക് സിറ്റി എന്നാണ് സൈൻ ബോർഡ് കാണും. അപ്പോൾ അതനുസരിച്ച് വേണം പോകാൻ. നമ്മൾ കൊച്ചി മെട്രോയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആലുവ ഭാഗത്തേക്ക്, തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് അങ്ങനെയല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റേഷൻസൊക്കെ സൈൻ ബോർഡിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിസ്റ്റം തന്നെയാണ് ഡൽഹി മെട്രോയും പിന്തുടരുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ദിവസം നമുക്ക് രാജീവ് ചൗക്കിൽ വരിക. അതിനുശേഷം യെല്ലോ ലൈൻ മാറിയതിന് ശേഷം നേരെ സെക്രട്ടേറിയറ്റ് വരിക. അവിടെ നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഉണ്ട്, രാഷ്ട്രപതി ഭവനുണ്ട്, പുതിയ ലോകസഭ മന്ദിരമുണ്ട്, പാർലമെൻറ്റ് മന്ദിരം, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. നമുക്കതെല്ലാം ഒന്ന് കണ്ടുവരാൻ സാധിക്കും. അവിടെ ഓട്ടോ അവൈലബിൾ ആണ്. 800 രൂപ കൊടുത്താൽ ഈ പറഞ്ഞ എല്ലാ ചുറ്റുവട്ടത്തുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും നമ്മളെ ഒന്ന് കാണിച്ചിട്ട് അവർ മെട്രോ സ്റ്റേഷനിൽ തിരിച്ചു കൊണ്ടുവിടും. അത് അവരവരുടെ സൗകര്യം അനുസരിച്ച് അത് തിരഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് പർച്ചേസിങ്ങിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദില്ലി ഹാട്ട് മെട്രോ സ്റ്റേഷൻ, ദില്ലി ഹാട്ട് അവിടെ ഇറങ്ങുക. അവിടുന്ന് നമ്മൾ ലൈൻ മാറിക്കയറണം. ഈ ഒരു ലൈനിലോട്ട് മാറുക. സരോജിനി നഗർ, അതായത് സരോജിനി മാർക്കറ്റ്, സരോജിനി നഗർ മെട്രോയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. മെട്രോയിൽ നിന്ന് ഇറങ്ങി നമ്മൾ മാർക്കറ്റിലോട്ടാണ് നടന്നു കയറുന്നത്. തുണിയൊക്കെ വളരെ വിലക്കുറച്ച് നമുക്കവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് പർച്ചേസിന് താല്പര്യമുള്ളവർ അത് ചെയ്യുക. അതിനുശേഷം പട്ടൽ ചൗക്കുണ്ട്. അതിനുശേഷം ചോരി ബസാറുണ്ട്. ഈ യെല്ലോ ലൈനിൽ തന്നെയാണ്. നമ്മളതിന് ഞായറാഴ്ച ദിവസം രാവിലെ മാത്രമേ ഇതുള്ളൂ. പിന്നെ ചാന്ദിനി ചൗക്കുണ്ട്, കാശ്മീർ ഗേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസമാണ് ഇനിയിപ്പം വയലറ്റ് ലൈൻ കാണുന്നതെങ്കിൽ ആശ്രം മാർഗിൽ നിന്നും രാജീവ് ചൗക്കിൽ ഇറങ്ങിയ ശേഷം കാശ്മീർ ഗേറ്റ് വരിക. അവിടെ നിന്ന്
നേരെ ലാൽക്കില ചെങ്കോട്ട പ്രധാനമന്ത്രിമാർ വന്ന് ദേശീയ പതാക ഉയർത്തുന്ന സ്ഥലമാണ്. ഇത് വളരെ മനോഹരമായ ഒരു കോട്ട തന്നെയാണ് കേട്ടോ. അതൊന്ന് കാണുക. തിങ്കളാഴ്ച ദിവസം ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിനുശേഷം വയലറ്റ് ലൈനിൽ തന്നെയാണ് ജമാ മസ്ജിദ്. വളരെ പുരാതനമായ ഒരു മസ്ജിദാണത്. വളരെ നല്ലൊരു ഫുഡ് സ്ട്രീറ്റും കൂടിയാണ് ഈ ജമാ മസ്ജിദിൻ്റെ ആ ഒരു സ്ഥലമെന്ന് പറയുന്നത്. പിന്നെ ഡൽഹി ഗേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ജനപത്ത്, ഖാൻ മാർക്കറ്റ്, JLU സ്റ്റേഡിയം, ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലങ്ങൾ ഈ വയലറ്റ് ലൈനിൽ നമുക്ക് കാണുവാനുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പം ഒരു 3 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കവർ ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ നല്ലപോലെ നടക്കാനുണ്ട്. അപ്പം ഏപ്രിൽ മാസമൊക്കെ നല്ല ചൂടാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മളെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പം ഏപ്രിലിന് മുമ്പ് മാർച്ച് വരെ, ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലമാണ് നല്ലതെന്നാണ് പറയുന്നത്. ഞങ്ങൾ മാർച്ച് ലാസ്റ്റിലാണ് പോയത്. അത് ഓക്കെ ആയിരുന്നു. എന്നാൽ ഏപ്രിൽ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് പലയിടത്തും നല്ല ചൂടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി മെട്രോ സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു വീഡിയോസ് എങ്ങനെ വരാം, അതുപോലെ കാർഡിൻ്റെ കാര്യവും ഇതിൻ്റെ പുറകെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഈസിയാണ് മെട്രോ യാത്ര ചെയ്യാൻ. മാപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് സുഖമായി എല്ലാ പ്രദേശങ്ങളും ടൂറിസ്റ്റ് പ്ലേസുകളും വിസിറ്റ് ചെയ്ത് വരിക. ഓക്കെ, നമ്മളിവിടുത്തെ മെട്രോ കാർഡ് എടുത്ത് ഒരു ദിവസത്തെ എടുത്ത് 200 രൂപ, 50 രൂപ വാപസ് തരും. ഇതാ കാർഡ്, ATM കാർഡ് പോലുള്ളൊരു കാർഡാണ്. നമുക്കിത് തീരുമ്പം റീചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ ഒരു ചിപ്പിൻ്റെ സൈഡ് അവിടെ സ്കാൻ ചെയ്യേണ്ട കേട്ടോ. ഞങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്തു, പക്ഷെ ഓപ്പൺ ആയില്ല. അപ്പം നേരെ മെട്രോയിലേക്ക് കയറുകയാണ് കേട്ടോ.